എമ്പുരാൻ വിവാദത്തിൽ മോഹൻലാലിനെ പിന്തുണച്ച് മേജർ രവി. മോഹൻലാൽ പൂർണ്ണമായും സിനിമ കണ്ടിട്ടില്ല, റിലീസ് ചെയ്തത് എന്ന് മേജർ രവി പറഞ്ഞു. സിനിമയിലെ വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കാൻ മോഹൻലാൽ ആവശ്യപ്പെട്ടു എന്നും മേജർ രവി ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞു. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ആദ്യം കേൾക്കാം. നിങ്ങൾ വിചാരിക്കും മോഹൻലാൽ എന്താ പടം കണ്ടിട്ടില്ല കുറെ കമന്റുകൾ ഞാൻ കണ്ടായിരുന്നു. ദയവ് ചെയ്തിട്ട് എന്നെ അത് വിശ്വസിക്കും, ഇദ്ദേഹം പടം കണ്ടിട്ടില്ല. ഇതിന്റെ കുറ്റം നിങ്ങൾ മോഹൻലാൽ ഇതൊക്കെ വായിച്ചിട്ടില്ല. കഥ ചില സിസ്റ്റംസ് നിങ്ങൾ മനസ്സിലാക്കണം. പലയിടത്തും പല സിസ്റ്റമാണ്. അതുകൊണ്ട് മോഹൻലാൽ ഇത് കണ്ടിട്ട് റിലീസ് ചെയ്തു എന്നുള്ളത് പറയുന്നു. മോഹൻലാൽ ഷുഡ് അപ്പോളജൈസ് ഫോർ വാട്ട് ഹീ ഡിഡ്. അദ്ദേഹം ഓൾറെഡി എഴുതി വെച്ചിട്ട് എനിക്കറിയില്ല അത് റിലീസ് ചെയ്തോ ഇല്ലെന്നുള്ളത്. ഞാൻ കണ്ടതാണ്. അദ്ദേഹത്തിന് വളരെയധികം മാനസികമായിട്ട് വിഷമമുണ്ട്. അപ്പൊ സിനിമ കാണാതെ ഫസ്റ്റ് ഷോ കണ്ടത് ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്നിട്ടാണ് കണ്ടിരിക്കുന്നത്. ദിവിഷ് മണി ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ദിവിഷ്, ഈ വിവാദങ്ങൾ കത്തിപ്പടരുന്ന ഒരു സമയത്താണ് നമ്മൾ വൈകിട്ട് വാർത്ത നൽകിയത്. ഈ സിനിമയിലെ പ്രധാനപ്പെട്ട രംഗങ്ങളൊക്കെ തന്നെ, ഈ വിവാദമായിട്ടുള്ള രംഗങ്ങളൊക്കെ തന്നെ ഒരു എഡിറ്റ് ചെയ്തുകൊണ്ട് പുതിയൊരു വേർഷനിലേക്ക് പോകുമെന്നുള്ളത്. അപ്പോൾ അത് മോഹൻലാലിൻ്റെ കൂടി നിർദ്ദേശത്തെ തുടർന്നാണോ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ ലൈവിൽ പെട്ടെന്ന് വന്ന് മേജർ രവി വ്യക്തമാക്കുന്ന കാര്യങ്ങൾ, സിനിമയെ ബന്ധപ്പെട്ട് എന്തൊക്കെ പുതിയ ട്വിസ്റ്റുകൾ അല്ലെങ്കിൽ പുതിയ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്? ദിവിഷ്. ബ്രജേഷ് കൈപ്പിളി മോഹൻലാലുമായി ഏറ്റവും അടുത്ത ആത്മബന്ധം പുലർത്തുന്ന ഒരാളാണ് മേജർ രവി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇത്ര പ്രാധാന്യത്തോടെ നമ്മൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹം ഏകദേശം അരമണിക്കൂറോളം നീണ്ട ലൈവായിരുന്നു. അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യത്തേത് നമ്മൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ കേട്ടതാണ്. അതായത് മോഹൻലാൽ പൂർണ്ണമായും ഈ സിനിമ കണ്ടിട്ടല്ല ഇത് റിലീസ് ചെയ്തതെന്നാണ്. സ്വാഭാവികമാണ്, നമുക്കറിയാം ഇപ്പോൾ എല്ലാ സിനിമകളും അതിലെ നായകന്മാരൊക്കെ മുഴുവൻ കണ്ടിട്ടുണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. കാരണം അവർ അടുത്തടുത്ത പ്രോജക്റ്റുകളിൽ തിരക്കുകയാണെങ്കിൽ അവരുടെ ഭാഗങ്ങൾ വന്ന് ഡബ് ചെയ്യുക, ആ ഭാഗങ്ങളുടെ പൂർത്തീകരണമൊക്കെ ഓക്കെയാണോ എന്ന് നോക്കിയിട്ട് പോകലാണ്. ചിലപ്പോൾ മുഴുവൻ കാണാറുണ്ട്, അതൊക്കെ സാഹചര്യത്തിനനുസരിച്ചാണ്. അപ്പോൾ പക്ഷേ ഇത് ഇത്രയും വലിയൊരു പ്രോജക്റ്റാണ്, സ്വാഭാവികമായിട്ട് മോഹൻലാൽ അത് മുഴുവൻ കണ്ടിട്ടുണ്ടാകുമെന്നാണ് നമ്മൾ ആരാധകർ എന്ന നിലയ്ക്ക് പ്രതീക്ഷിക്കുക. പക്ഷേ മേജർ രവി പറയുന്നത് അങ്ങനെ പൂർണ്ണമായും കണ്ടിട്ടല്ല റിലീസ് ചെയ്തത്. മറ്റൊന്ന്, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മോഹൻലാൽ ഇതിൽ ഈ വിവാദത്തിൽ വളരെ ദുഃഖിതനാണ് എന്ന് തന്നെയാണ് മേജർ രവി വ്യക്തമാക്കുന്നത്. അദ്ദേഹം അറിയുന്ന മോഹൻലാൽ ഒരു അപ്പോളജി എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അത് പോസ്റ്റ് ചെയ്തോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊന്നും അങ്ങനെ വന്നിട്ടില്ല. മോഹൻലാൽ വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ് അത്. തീർച്ചയായും അത് അതിൻ്റെ ഒരു എന്താ പറയുക, ഈ നമുക്കിപ്പോൾ വിശ്വസിക്കാൻ കഴിയുക മേജർ രവിയുടെ ആ വാക്കുകളെയാണ്. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള അപ്പോൾ ഇങ്ങനെ അപ്പോളജിയൊക്കെ എഴുതി വെക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് സിനിമ കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി കടുപ്പിച്ച് മോഹൻലാലിൻ്റെ നീക്കങ്ങൾ അല്ലെങ്കിൽ അണിയറ പ്രവർത്തകരുടെ നീക്കങ്ങൾ, ഇതൊക്കെ ഏത് രീതിയിലുള്ള ചർച്ചകളിലേക്കൊക്കെ ഒരു പക്ഷേ പോയേക്കാമെന്നാണ് ദിവിഷ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും പ്രജീഷ്, മോഹൻലാൽ അങ്ങനെ ഒരു അപ്പോളജി എഴുതേണ്ട ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ അത്രത്തോളം സമ്മർദ്ദത്തിൽ മോഹൻലാൽ ആയിട്ടുണ്ടാണ്. ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത, ഇത് ഇപ്പോൾ BJP RSS അങ്ങനെ സംഘടിതമായ ഒരു ബഹിഷ്കരണം എന്നൊക്കെ ഇങ്ങനെ പല നേതാക്കളും പല അഭിപ്രായങ്ങൾ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ പലരും അല്ലെങ്കിൽ ഓൺലൈൻ സജീവമായി നിൽക്കുന്ന ആളുകൾ തുടങ്ങി വെച്ച ഒരു ക്യാമ്പയിനാണ്. അതാണ് ഇങ്ങനെ ഒരു വലിയ വിവാദ വിഷയമായി കത്തിയത്. എന്തായാലും മേജർ രവി പറയുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനം മറ്റൊന്ന്, മുരളി ഗോപിക്കെതിരെ വളരെ രൂക്ഷമായ വിമർശനമാണ്. കാരണം ഇത്തരം കാര്യങ്ങൾ എഴുതുമ്പോൾ ഇപ്പോൾ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് വളരെ ഏകപക്ഷീയമായ നിലയിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. എങ്ങനെ ആ കലാപം തുടങ്ങിയെന്ന വിഷയങ്ങളെക്കുറിച്ച് കൂടി കാണിക്കാൻ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നുവെന്നാണ്. അത് വളരെ ഇപ്പോൾ ഗുജറാത്തിൻ്റെ രാഷ്ട്രീയമാകട്ടെ എല്ലാം വളരെ മോശമായ രീതിയിലാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്ന വലിയ വിമർശനം മേജർ രവിയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. ഒപ്പം മോഹൻലാൽ ഇങ്ങനെ ഒരു അപ്പോളജി ഒരുപക്ഷെ അങ്ങനെ ഇപ്പൊ അദ്ദേഹം പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലോ മറ്റോ പോസ്റ്റ് ചെയ്തിരിക്കാം. ഒരു പാൻ ഇന്ത്യ ചിത്രം എടുക്കുമ്പോൾ ഇത്തരം സെൻസിറ്റീവ് ഇഷ്യൂസ് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഒരു പിഴവ് പറ്റിയിരിക്കുന്നു അതിന്റെ അണിയറ പ്രവർത്തകർക്ക് എന്ന് മേജർ രവി എടുത്തു പറയുന്നുണ്ടല്ലേ? അതെ, തീർച്ചയായും. കാരണം നമുക്കറിയാം, ഇപ്പോൾ നമ്മളിതൊരു വലിയ സിനിമയാണ്, ലോകം മുഴുവൻ സ്വീകരിക്കപ്പെടുന്ന മലയാള സിനിമ എന്ന നിലയിലാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ഈ സിനിമ നോർത്ത് ഇന്ത്യൻ പ്രേക്ഷകർ ഒരുപക്ഷെ കണ്ടിരുന്നെങ്കിൽ ഇന്നലെ കേരളത്തിലുണ്ടായ സമാനമായ വിവാദങ്ങൾ ഒരുപക്ഷെ നോർത്ത് ഇന്ത്യയിലും ഉണ്ടായേക്കാം. കാരണം ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് സിനിമയുടെ തുടക്കഭാഗത്തിൽ കാണിക്കുന്ന രംഗങ്ങൾ അത് ഏകപക്ഷീയമാണെന്ന സംഘപരിവാർ അനുകൂല വാദങ്ങളിൽ അതിൽ കഴമ്പുണ്ട് എന്ന നിലയ്ക്കാണ് പല അഭിപ്രായങ്ങൾ വരുന്നത്. മറുഭാഗത്ത് ഇതാണ് ശരിയെന്ന നിലയ്ക്ക് എന്തായാലും രണ്ട് അഭിപ്രായങ്ങൾ ശക്തമായി നിൽക്കുന്നു. പക്ഷേ ഈ അഭിപ്രായങ്ങളുടെ സമ്മർദ്ദം അത് അണിയറ പ്രവർത്തകരെ ബാധിച്ചിട്ടുണ്ട്. നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ ഈ സിനിമ എഡിറ്റ് ചെയ്യാൻ റീ സെൻസറിങ് പോലെയല്ല, റീ എഡിറ്റ് ചെയ്ത് സെൻസർ ബോർഡിലേക്ക് വീണ്ടും അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ മേജർ രവി പറയുന്നതനുസരിച്ച് 26 മിനിറ്റോളം സിനിമ കട്ട് ചെയ്തിട്ടുണ്ടാകുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഏറ്റവും അടുത്ത നിമിഷത്തിൽ തന്നെ ഇതിൻ്റെ ഒരു റീ എഡിറ്റഡ് വേർഷൻ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു. അപ്പോൾ ഈ സമ്മർദ്ദങ്ങൾ നമ്മൾ ആദ്യ ഘട്ടത്തിൽ കണ്ടു. സിനിമയുടെ വഴിക്ക് പോകും, വിവാദങ്ങളുടെ വഴിക്ക് പോകുമെന്നാണ് ഇന്നലെയും നമ്മൾ പറഞ്ഞത്. പക്ഷേ വിവാദങ്ങളുടെ
വിവാദങ്ങളുടെ വഴിക്ക് പോകുന്നില്ല. അത് സിനിമയെ കൃത്യമായി ബാധിക്കുന്നു. സിനിമയെ റീ എഡിറ്റഡ് വേർഷനിലേക്ക് വരുന്നു. പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ, സാമ്പത്തികമായി അത് സിനിമയ്ക്ക് ഗുണപരമായി മാറുന്നുണ്ട് എന്നത് വസ്തുതയാണ്. കാരണം പ്രീ ബുക്കിംഗ് വലിയ തോതിൽ ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഒരു ചെറിയ മന്ദീഭവിക്കൽ ഉണ്ടായെങ്കിൽ അതിനെ മറികടക്കുന്ന നിലയിലേക്ക് ഇപ്പോൾ പ്രീ ബുക്കിംഗ് പോയി എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ശരി, ദിവിഷ് മണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.